ഹലോ ഗൈസ്, നമ്മുടെ പുതിയൊരു സെയിൽ പോസ്റ്റ് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ സെയിൽ പോസ്റ്റ് വീഡിയോ ഒരുപാട് പെറ്റ്സും ബേഡ്സും ഒക്കെ വന്നിട്ടുള്ള ഒരു വീഡിയോ ആണ്. നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ ഇതേപോലുള്ള സെയിൽ പോസ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ ഇതേപോലെ ലാൻഡ്സ്കേപ്പിൽ വീഡിയോ എടുത്ത് അയക്കുക. മൊബൈൽ ഇങ്ങനെ പിടിച്ച് വെച്ചിട്ട് വീഡിയോ എടുത്ത് അയക്കുക. അതോടൊപ്പം തന്നെ ഫ്രഷ് വീഡിയോ ആയിരിക്കണം, വേറെ യൂട്യൂബ് ചാനലിലോ ഗ്രൂപ്പിലോ ഒന്നും ഇടാത്ത ഫ്രഷ് വീഡിയോ എടുത്ത് അയക്കുക. അതോടൊപ്പം നമ്മൾ പെറ്റ്സ് ആയിരുന്നാലും കൂളായിട്ട് നിൽക്കുന്ന സമയത്ത് വീഡിയോ എടുക്കുക. അല്ലാതെ ഇറിറ്റേറ്റ് ചെയ്ത് വീഡിയോ എടുക്കണ്ട. അല്ലാതെ നോർമലി ബേഡും പെറ്റ്സും ഒക്കെ നിൽക്കുന്ന സമയത്ത് കൂളായിട്ട് നിൽക്കുന്ന സമയത്ത് വീഡിയോ എടുത്ത് അയക്കുക. എന്നാൽ മാത്രമേ നമ്മളെ വീഡിയോ യൂട്യൂബിൽ ഇടുന്നുള്ളൂ. ഫുൾ ഡീറ്റെയിൽ വാട്സപ്പിൽ ടൈപ്പ് ചെയ്ത് ഇടാനായിട്ടും കൂടെ മാക്സിമം ശ്രമിക്കുക. ഡെയിലി വൈകിട്ട് 7 മണിയാകുമ്പോൾ നമ്മുടെ ചാനലിൽ വന്ന് ഇതേപോലുള്ള സെയിൽ പോസ്റ്റ് വീഡിയോ ഉണ്ടാവും. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ ഒരു ചെറിയൊരു പെറ്റ്സിൻ്റെ സെയിൽ പോസ്റ്റ് വീഡിയോയിലോട്ട് ഇടാം. ആദ്യമായിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ടർക്കിയാണ് വന്നിട്ടുള്ളത്. 8 മാസം ഏജ് ആയിട്ടുള്ള ടർക്കിയാണ് കൊടുക്കാനായിട്ടുള്ളത്. പെയർ റേറ്റ് ആയിട്ട് അവർ ചോദിച്ചിരിക്കുന്നത് 3500 രൂപയാണ് റേറ്റ് വരുന്നത്. ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് വയനാടാണ്. കോഡ് നമ്പർ 1 കൊടുത്തേക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. റേറ്റ് ചോദിച്ചിരിക്കുന്നത് 3500 രൂപയാണ് കേട്ടോ. അടുത്തായിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നാടൻ കോഴികളാണ് കാണാനായിട്ട് സാധിക്കുന്നത്. ഈ നാടൻ കോഴികളുടെ റേറ്റ് ചോദിച്ചിരിക്കുന്നത് 250 രൂപയാണ് പീസ് റേറ്റ് ആയിട്ട് റേറ്റ് വരുന്നത്. 3 മാസം ഏജ് ആയിട്ടുള്ളതാണ് കേട്ടോ. ലൊക്കേഷൻ വരുന്നത് വയനാടാണ്. കോഡ് നമ്പർ 1. റേറ്റ് ചോദിച്ചിരിക്കുന്നത് 2500 രൂപയാണ്. അടുത്തിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നാടൻ കോഴിയാണ് കാണാനായിട്ട് സാധിക്കുന്നത്. ഈ നാടൻ കോഴിയുടെ റേറ്റ് ചോദിച്ചിരിക്കുന്നത് 600 രൂപയാണ് പീസ് റേറ്റ് ആയിട്ട് റേറ്റ് വരുന്നത്. 7 മാസം ഏജ് ആയിട്ടുള്ള നാടൻ കോഴികളാണ് കാണാനായിട്ട് പറ്റുന്നത്. 600 രൂപയാണ് പീസ് റേറ്റ്. ലൊക്കേഷൻ വയനാട് തന്നെയാണ് കേട്ടോ. അടുത്തായിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്ന നാടൻ കോഴി കുഞ്ഞുങ്ങളാണ് കാണാനായിട്ട് പറ്റുന്നത്. 1 മാസം ഏജ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളാണ് കൊടുക്കാനായിട്ടുള്ളത്. 120 രൂപയാണ് പീസ് റേറ്റ് ആയിട്ട് റേറ്റ് വരുന്നത് കേട്ടോ. ലൊക്കേഷൻ വയനാടാണ്. കോഡ് നമ്പർ 1. 120 രൂപയാണ് പീസ് റേറ്റ് ആയിട്ട് റേറ്റ്. അടുത്തായിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നാടൻ കോഴി കുഞ്ഞുങ്ങൾ തന്നെയാണ് വന്നിട്ടുള്ളത്. ടോട്ടൽ പ്രൈസ് വരുന്നത് 2300 രൂപയാണ് എല്ലാം കൂടെ ആയിട്ട് റേറ്റ് വരുന്നത്. ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് വയനാടാണ്. കോഡ് നമ്പർ 1. 2300 രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ. അടുത്തായിട്ട് നോക്കാനായിട്ട് പോകുന്നത് ഹിപ്പിപ്രാവാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിച്ചിരിക്കുന്നത് 1000 രൂപയാണ് പെയർ റേറ്റ് വരുന്നത്. ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് കൊല്ലത്താണ്. കോഡ് നമ്പർ 2. 1000 രൂപയാണ് റേറ്റ്. അടുത്തായിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് പപ്പീസാണ് വന്നിട്ടുള്ളത്. നമുക്കിതിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിച്ചിരിക്കുന്നത് 25000 രൂപയാണ് ഈ മെയിൽ പപ്പിയുടെ റേറ്റ് വരുന്നത്. 3 മാസം ഏജ് ആയിട്ടുള്ളതാണ് കേട്ടോ. ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരത്ത് തിരുമലയാണ് ലൊക്കേഷൻ. കോഡ് നമ്പർ 3 കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. 25000 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. അടുത്തിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഗ്രീൻ ഫിഷറാണ് വന്നിട്ടുള്ളത്. ഈ ഗ്രീൻ ഫിഷറും യെല്ലോ ഫിഷറും കൂടെ ആയിട്ട് റേറ്റ് ചോദിച്ചിരിക്കുന്ന 2000 രൂപയാണ് ബ്രീഡിംഗ് പെയറിൻ്റെ റേറ്റ് വരുന്നത്. 2 വട്ടം ക്ലച്ചിൽ കുഞ്ഞുങ്ങൾ ഇറക്കിയതാണ്. DNA അവൈലബിൾ ആണ്. 2000 രൂപയാണ് പെയർ റേറ്റ് ആയിട്ട് ചോദിച്ചിരിക്കുന്നത്. തിരുവനന്തപുരത്താണ് ലൊക്കേഷൻ. കോഡ് നമ്പർ 4 കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അടുത്തായിട്ട് നോക്കാനായിട്ട് പോകുന്നത് മാവോ പൈഡും ബ്ലൂ പൈഡുമാണ് വന്നിട്ടുള്ളത്. 2000 രൂപയാണ് ഇതിൻ്റെയും പെയറിൻ്റെ റേറ്റ് വരുന്നത്. DNA ഉള്ള പെയറാണ് കൊടുക്കാനായിട്ടുള്ളത്. 2 ക്ലച്ചിൽ ഇറക്കിയ ബേഡ്സാണ് കാണാനായിട്ട് പറ്റുന്നത്. ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരത്താണ്. കോഡ് നമ്പർ 4 കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. പെയർ റേറ്റ് 2000 രൂപയാണ്.
അടുത്തായിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നതും 2000 രൂപയ്ക്ക് പെയറിന് വന്നിട്ടുള്ള ആഫ്രിക്കൻ ലവ് ബേർഡ്സ് ആണ് വന്നിട്ടുള്ളത്. DNA ഉള്ള പെയറാണ്, 2 വട്ടം കുഞ്ഞുങ്ങളെ ഇറക്കിയതാണ് കേട്ടോ. തിരുവനന്തപുരത്താണ് ലൊക്കേഷൻ, കോഡ് നമ്പർ 4. ഇദ്ദേഹത്തിൻ്റെ ആഫ്രിക്കൻ ലവ് ബേർഡ്സ് വെറൈറ്റീസ് ഒരുപാട് കളക്ഷൻസ് അവൈലബിൾ ആണ്, കോൺടാക്ട് ചെയ്യാം. അടുത്തായിട്ട് നോക്കാനായിട്ട് പോകുന്ന നാടൻ കോഴികളാണ് കാണാനായിട്ട് പറ്റുന്നത്. നമുക്കിതിൻ്റെ റേറ്റ് അവർ ചൂസ് ചെയ്യുന്നത് 2250 രൂപയാണ്. 3 പീസിനും കൂടെ റേറ്റ് വരുന്നത്. 2 ഫീമെയിലും 1 മെയിലുമാണ് കൊടുക്കാനായിട്ടുള്ളത്. 5 മാസം ഏജ് ആയിട്ടുള്ളതാണ് കേട്ടോ. ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് വയനാടാണ്. കോഡ് നമ്പർ 5 കൊടുത്തേക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. റേറ്റ് വരുന്നത് 2250 രൂപയാണ് നമുക്കിതിൻ്റെ റേറ്റ് വരുന്നത്. അടുത്തായിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ബ്ലൂ ഫേസ് പാരറ്റ് ഫിഞ്ചസ് ആണ് കൊടുക്കാനായിട്ടുള്ളത്. മെയിലാണ് വന്നിട്ടുള്ളത്. 2000 രൂപയാണ് ഈ സിംഗിൾ പീസിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ. ലൊക്കേഷൻ വരുന്നത് കോട്ടയത്താണ്. കോഡ് നമ്പർ 6 കൊടുത്തേക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. 2000 രൂപയാണ് നമുക്കിതിൻ്റെ റേറ്റ് വരുന്നത്. അടുത്തായിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് പ്രാവാണ് കാണാനായിട്ട് സാധിക്കുന്നത്. 2000 രൂപയാണ് നമുക്കിതിൻ്റെ പെയറിൻ്റെ റേറ്റ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ അകത്ത് തന്നെ നമുക്ക് കുഞ്ഞും കൂടെ കാണാനായിട്ട് പറ്റും. റേറ്റ് ചോദിച്ചിരിക്കുന്നത് 2000 രൂപയാണ് കേട്ടോ. ലൊക്കേഷൻ വരുന്നത് പാലക്കാടാണ്. കോഡ് നമ്പർ 7 ആണ്. ഡിസ്ക്രിപ്ഷനിൽ നമ്പറുണ്ട്. അടുത്തായിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് കുറച്ചധികം പറവപ്രാവുകളാണ് വന്നിട്ടുള്ളത്. പെയർ ആയിട്ട് എടുക്കാനായിട്ട് താല്പര്യമുള്ളവർക്ക് പെയർ ആയിട്ട് എടുക്കാം, അല്ല സിംഗിളായിട്ട് വേണമെന്നുള്ളവർക്ക് സിംഗിളായിട്ടും എടുക്കാവുന്നതാണ്. 2000 രൂപയാണ് പെയർ റേറ്റ് വരുന്നത്. ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരത്താണ്. കോഡ് നമ്പർ 8 കൊടുത്തേക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. നമ്പർ കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സിംഗിൾ പീസായിട്ട് എടുക്കാനായിട്ട് താല്പര്യമുള്ളവർക്ക് അതിൻ്റെ റേറ്റ് അവർ ചോദിച്ചാൽ അവർ പറഞ്ഞു തരുന്നതായിരിക്കും. പെയർ റേറ്റ് വരുന്നത് 2000 രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത്. ഡിസ്ക്രിപ്ഷനിൽ തന്നെ നമ്പർ ഡീറ്റെയിൽ എല്ലാം കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയൊരു പെറ്റ്സിന്റെ സെയിൽ പോസ്റ്റ് വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് തന്നെയാണ് നല്ല നല്ല വീഡിയോസ് വരുന്നത്. ഇനി നിങ്ങളുടെ സപ്പോർട്ട് വേണം. ഡെയിലി വൈകിട്ട് 7 മണിക്ക് നമ്മുടെ ചാനലിൽ വന്നാൽ ഇതേപോലുള്ള വീഡിയോ ഉണ്ടാവും. നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ വീഡിയോ ഇടാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ ഫസ്റ്റ് ഇൻട്രോയിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ബേഡ്സും പെറ്റ്സും കൂളായിട്ട് നിൽക്കുന്ന സമയത്ത് ലാൻഡ്സ്കേപ്പിൽ വീഡിയോ എടുത്ത് അയക്കുക. ഇനി അടുത്തൊരു കിള്ളം വീഡിയോ വരുന്നവരെ ഗുഡ് ബൈ.